ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ ചെറിയ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു അതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഹൈക്കോടതി ഇപ്പോൾ സത്യപ്രതിജ്ഞ ഒരു സാഹചര്യത്തിൽ ജയിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ കൗൺസിലർമാർ ഇന്നൊന്നിലല്ല, ഇപ്പോൾ തന്നെ ഇവരല്ലാതെ വേറെ കൗൺസിലർമാരൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളതിൻ്റെ ഒന്നും പുറകെ പോയില്ലെന്നേ ഉള്ളൂ. ഒരാൾ ജയിച്ചു വന്നാൽ പിന്നെ പരമാവധി അവരെ പ്രവർത്തിക്കാൻ വിടുക എന്നുള്ളതാണ്. അല്ല പുറകെ പോയി ശല്യപ്പെടുത്തുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിലും പാർലമെൻറ്റിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലൊക്കെ, ഇപ്പോൾ തന്നെ വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു UDF കൗൺസിലറും പഞ്ചായത്ത് മെമ്പറും ഇതിൻ്റെ കൂടെ ഇല്ലേ. അപ്പോൾ അങ്ങനെ വന്നു. അതിൽ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. വിധി വന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോപ്പി ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടി. 2 മണിക്കൂറിൽ തന്നെ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ. കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കി. ഞങ്ങൾ ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ഹൈക്കോടതി ജഡ്ജിയെ കുറ്റം പറയാനോ ജഡ്ജിയുടെ കൊലം കത്തിക്കാനോ ഹൈക്കോടതിക്ക് മാർച്ച് നടത്താനോ തള്ളിപ്പറയാനൊന്നും പോയില്ലല്ലോ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചു, സത്യപ്രതിജ്ഞ ചെയ്തു, ആ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ അയോഗ്യരാക്കുമെന്ന് കരുതിയിരുന്നവർക്കൊരു അല്ല, കേസ് ഫയൽ ചെയ്തവർ ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവർക്ക് എൻ്റെ മുഖത്തേറ്റ തിരിച്ചടിയല്ലേ, അവരുടെ മുഖത്തേറ്റ തിരിച്ചടിയില്ലേ, കോടതി തള്ളിക്കളഞ്ഞില്ലേ. കോടതി അവിടെ ഒരു ആംബിഗ്വിറ്റി നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു ഈ കേസിൽ ലഭിക്കാവുന്ന ഏറ്റവും ഈ റെസ്പോണ്ടൻറ്റുമാർക്ക് ഏറ്റവും അനുകൂലമായ വിധി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നത്? അല്ലോ, അത് രാഷ്ട്രീയത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ അവസരങ്ങളാണ്. ഞങ്ങളൊന്നും ഒരു പ്രതിസന്ധിയായിട്ടല്ല. ഇപ്പോൾ ഹൈക്കോടതി സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടെ ചെയ്യണമെന്ന് ഞങ്ങൾ മണിക്കൂറൊക്കെ ചെയ്തപ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി ഹൈക്കോടതി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനെങ്ങനെ നടപ്പിലാക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കും. നടപ്പിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾ അപ്പീൽ പോവും. ഇന്നിപ്പോൾ മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കും. ആ സാഹചര്യം ഞങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും ഒരു പ്രതിസന്ധിയല്ല, ഒന്നും ഒരു വെല്ലുവിളിയല്ല. ഇതൊക്കെ വരുന്ന സാഹചര്യങ്ങൾക്ക് ഒരു അവസരങ്ങളാക്കി പുതിയ എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സംഘർഷം കൂടുതൽ വിപുലമാകുമോ? അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അതൊന്നൊരു പ്രശ്നം. ഞങ്ങൾ ഈ സമരമൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളവരല്ലേ. അപ്പോൾ അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു കടക്കമല്ല. വ്യക്തിപരമായി മേയർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ താരമാണ്, എങ്ങനെ കാണുന്നു? അല്ല, അതൊക്കെ സോഷ്യൽ മീഡിയ പല കാര്യങ്ങളും പറയും. ഞാനിതൊക്കെ തന്നെ നമ്മൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വരുന്ന പോസ്റ്റുകളൊക്കെ കിട്ടുന്ന സമയത്ത് കാണുന്നതിന് ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ട്. സോഷ്യൽ മീഡിയയിലും വാർത്തയിലും ഒക്കെ പലതും പറയും. ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് പറയും, അവർ ചിലപ്പോൾ നാളെ പ്രതികൂലമായിട്ട് പറയും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. അതിനോടൊരു വിരോധമോ അവരോടൊരു വിയോജിപ്പോ വ്യക്തിപരമായിട്ടൊരു വിദ്വേഷമോ അതൊന്നും പുലർത്തേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരുടെ നിലപാടും കാഴ്ചപ്പാടും പറയുന്നു. കുറേ ദിവസം കഴിയുമ്പോൾ അവർക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്തിയില്ലെങ്കിൽ അവരതുമായിട്ട് മുമ്പോട്ട് പോകും, നമ്മൾ ഓരോരുത്തരായിട്ട് മുമ്പോട്ട് പോകും.